ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഈശ്വരൻ വിട്ടിയ വഴിയിലൂടെ നടക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ല. ആ ഭാഗ്യം വക്കീലുണ്ടാവട്ടെ. ബെസ്റ്റ് വിഷസ്. മോളെ തിരക്കില്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോവാം. പിന്നൊരു ദിവസമായി ചേച്ചി. ശരി. ചേച്ചി, ഈ അമ്മാള് മരിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വല്ല മോഷണം നടന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ? എന്തേലും പ്രശ്നമുള്ളതായിട്ട് അമ്മാള് പറയോ മറ്റോ? அது எச்சரிக்கையா இரு. நாங்க சொல்றத கேட்கல, பின்னாடி அழ வேண்டியதுதான். போய் வேலைய பாருடா. ஏய் ஏய், இந்த சவுண்ட் விடுற வேலையெல்லாம் ஓ வீட்டு பொம்பளைட்ட வெச்சுக்கோ. யாரே வெச்சுக்காத. ஏய் போடா. എന്താ മോളെ പ്രശ്നം? ஒண்ணுல ஊர்ல திருவிழா அல்லவா, கூப்பிட வந்திருக்காங்க. പിറ്റേന്ന് കാലത്ത് ട്രെയിനില് മൂകാംബികയിൽ തൊഴാൻ പോകാനായിട്ട് ടിക്കറ്റും എടുത്തിരുന്നതാ. ആ രാത്രിയില് അമ്മൾക്ക് മുമ്പുള്ള റിസർവേഷൻ ചാർട്ടൊക്കെ കിട്ടുമോ? കിട്ടിയോ? നീ പറഞ്ഞ ട്രെയിനിൽ പോയ സകല ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട്. താങ്ക് യു ഷീലാൻഡി. ഞാൻ പറഞ്ഞില്ലേ ഷീലാൻഡി വിചാരിച്ചതൊക്കെ പുല്ലുപോലെ നടക്കുമെന്ന്. പുല്ലുപോലെ ഒന്നും നടന്നില്ല. അവിടെ ഇരിക്കുന്ന രാമനാഥൻ പോറ്റി എന്ന് പറയുന്ന ആളെ രാക്ഷസനാ. പോറ്റിയല്ല, പോറ്റിയുടെ അച്ഛൻ മുത്തുപ്പട്ടർ അവിടെ ഇരുന്നാലും ഷീലാൻഡിയുടെ അടുത്ത് കളിയൊന്നും നടക്കൂലെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലേ. സൂയിപ്പിക്കണ്ട. ഈ കൊച്ചിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇല്ല, പണ്ടും ഞാൻ പറയുന്നൊന്നും നീ അനുസരിക്കാറില്ല. ഇല്ല, അതിനി പ്രതീക്ഷിക്കുകയും വേണ്ട. മതി മതി മതി. നിങ്ങളുടെ ഏകോ പ്രശ്നമൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. ആ ദേ ഇപ്പൊ ചായ കുടിക്കും. എന്ത് നിനക്കെന്താടാ നമ്മളെ ഒന്നൊരു മൈൻഡ് ഇല്ലല്ലോ? എന്താടാ? എടാ അജയ, നിന്നോട് ഞാൻ എൻ്റെ തുണി മുഴുവൻ കഴിയിടാൻ പറഞ്ഞല്ലേ? ചേട്ടാ, എൻ്റെ വിചാരണ തുടങ്ങി. ഞാൻ ഇന്നലെ കോടതിയിലായിരുന്നു.
എടാ നിന്റെ വിചാരണ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യടാ? എനിക്ക് മുണ്ടെടുക്കണ്ടേ? എടാ മോനെ, ഈ വിചാരണ കഴിഞ്ഞാലും നീ ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാ. തൂക്ക് കിട്ടിയില്ലേ നീ ഇതിനകത്ത് തന്നെ വരും കേട്ടാ. ചേട്ടാ ഞാൻ വൈകുന്നേരം കഴുകിട്ടോളാം. രാവിലെ എനിക്ക് കോടതിയിൽ പോകണം. രാജാ തല ഓർത്തേച്ചും പോടാ, ഡാ, നീ ആ അല്ലേ പനി തോക്ക് പിടിക്കും. നീ അവന്റെ മുണ്ട് കൊടുക്കടാ. എന്നാ ബലം പിടിക്കുന്നോടാ. ദാ. ഒന്ന് വീക്കാനുണ്ടല്ലോടാ. ഇനി കംപ്ലൈൻ്റ് ആക്കണ്ട. ചെക്കൻ്റെ വിചാരണ നടക്കല്ലേ, അതിൻ്റെ ഇടയിൽ ഇതും കൂടി ഒരു പ്രശ്നമാക്കണ്ട. ഈ അജയന് അജ്മൽ എന്നൊരു പേരിട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആ പേരെങ്ങനെയാ കിട്ടിയത്? ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞതാണ്. യുവർ ഓണർ, കൂടെയുള്ള ആർക്കും അറിയാത്തൊരു പേര് എന്റെ കക്ഷിക്ക് ചാർത്തി കൊടുക്കുന്നത് മറ്റു ചില ഉദ്ദേശങ്ങൾ വച്ചിട്ടാണ്. മറ്റെന്ത് ഉദ്ദേശം? സർ, 2014 ജൂൺ 14 ബോംബെ ഹൈക്കോടതി കസ്റ്റോഡിയൽ ഡെത്തുകളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടത്തിയ വിധിയിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മുസ്ലിമോ ദളിതോ ആവുന്നതുകൊണ്ട് മാത്രം കള്ളക്കേസുകളിൽ പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഹിന്ദു നാമധാരിയായ ഒരാൾക്ക് ഒരു മുസ്ലിം ഐഡന്റിറ്റി കൂടി ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ കുറ്റവാളിയാണെന്ന് കോടതി ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയി കണക്കാക്കും എന്ന ധാരണയിലാണ് അജ്മൽ എന്ന പേര് അജയന് ചാർത്തി കൊടുത്തിരിക്കുന്നത്. യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. മറ്റെല്ലാ വഴികളും അടയുമ്പോൾ ശുദ്ധ വർഗീയവാദം കൊണ്ടുവന്ന് കേസ് ജയിക്കാനുള്ള എൻ്റെ പഴയ അസിസ്റ്റന്റ് കൂടിയായിരുന്ന ഈ ലേൻ കൗൺസിലിൻ്റെ ദുഷ്ടലാക്ക് അങ്ങ് തിരിച്ചറിയണം. താങ്ക് യു സർ. താങ്കളുടെ എന്ത് അന്വേഷണത്തിലാണ് ഇയാൾക്ക് അജ്മൽ എന്നൊരു പേരുണ്ടെന്ന് മനസ്സിലായത്? സർ, തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ ഇയാൾ കുറെ കാലം അന്തേവാസിയായി കിടന്നിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു മെഹറുദ്ദീൻ അലി എന്നയാളാണ് രക്ഷകർത്താക്കളില്ല എന്ന പേരിൽ ഇയാളെ അവിടെ ചേർത്തത്. അവിടെ രജിസ്റ്ററിൽ ചേർത്ത പേര് അജ്മൽ എന്നായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഇയാളെ അജ്മൽ എന്നാണ് വിളിച്ചിരുന്നത്. യുവർ ഓണർ, തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ 2000 ഏപ്രിൽ മുതൽ 2004 ഓഗസ്റ്റ് വരെ താമസിച്ചിരുന്ന അജ്മൽ തന്നെയാണ് ഈ നിൽക്കുന്ന അജയ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണിത്. Any more questions? യെസ് സർ. ലോക്കൽ പോലീസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന കോണിയുടെ ചുവട്ടിൽ കണ്ട ചെരുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെരുപ്പ് പ്രതിയുടേതാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല. അതെന്താ?
പ്രതി കുറ്റമേറ്റു പറഞ്ഞ് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് കത്തി കണ്ടെടുത്തത്? പാറക്കുളം അമ്പലച്ചരയുടെ അടുത്തെത്തിയിട്ട് കത്തി വലിച്ചെറിഞ്ഞ സ്ഥലം എവിടെയെന്ന് ചോദിച്ചപ്പോൾ പ്രതി തന്നെ ചൂണ്ടിക്കാണിച്ചു തരികയായിരുന്നു. പിന്നെ അയാൾക്ക് നീന്തൽ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരാളെ വിളിച്ചുകൊണ്ടെന്ന് ഇറങ്ങി എടുപ്പിച്ചത്. സാർ, കുളത്തിന്റെ കരയിലെത്തി ആ കത്തി കിടക്കുന്ന സ്ഥലം അജയൻ ചൂണ്ടിക്കാണിച്ചപ്പോ താങ്കൾ എന്താണ് ചെയ്തത്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരാളെ വിളിപ്പിച്ച് കത്തി മുങ്ങി എടുപ്പിച്ചു. സാധാരണ പ്രതികളെ കൊണ്ട് തന്നെയല്ലേ അത് ചെയ്യിക്കാറ്, പിന്നെ എന്തിനാ വേറെ ആളെ വിളിപ്പിച്ചത്? മോളെ ഹന്ന, അയാൾ പറഞ്ഞില്ലേ പ്രതിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ട് വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്ന് എടുത്തു എന്നൊക്കെ. ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ കുട്ടി? മിസ്റ്റർ സൈമൺ, അജയന് നീന്തൽ അറിയില്ലെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാനത് പറഞ്ഞതല്ലേ. എന്താ അജയന് നീന്തൽ അറിയില്ലെന്ന് എപ്പോഴാണ് താങ്കൾ മനസ്സിലാക്കിയത്? കുളക്കരയിൽ തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോൾ. അപ്പോ നിങ്ങളൊരു നീന്തലുകാരനെ വിളിച്ചു വരുത്തിയല്ലേ? അതെ. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല, യുവർ ഓണർ. ഇത് ആദ്യമേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ സമയം മെനക്കെടുത്തുന്നത്? The court disperses now. The trial will continue after lunch. താൻ എന്നോട് നുണ പറഞ്ഞു അല്ലേ? അജ്മൽ എന്നൊരു പേര് തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണോ? ഇല്ല, അങ്ങനെ ആരും വിളിച്ചായിട്ട് നോർമലില്ല. അപ്പോൾ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റോ? അതൊന്നും എനിക്കറിയില്ല. പണ്ട് ഹൈദരാബാദിൽ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ മുതലാളി പണിയെടുക്കാൻ പ്രായമായിട്ടില്ല, കേസ് വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറ്റി വിട്ടു. അന്ന് വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടാക്കിയത്. അയാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല വക്കീലെ. പിന്നെ തന്നെ അവിടെ എല്ലാവരും എന്താ വിളിച്ചിരുന്നേ? അവിടെ തന്നെ എല്ലാവരും ഒരു ഇരട്ടപ്പേരാ വിളിച്ചോണ്ടിരുന്നത്. അതെന്താ? എന്താന്ന് വെച്ച് പറയാ അജയ. മതി മതി, ബാബാ വാടോ ഇങ്ങോട്ട്, വാങ്ങിയോട്ട് വാ. കേസ് നമ്പർ 41/2017 CW 14 മനോജ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മിസ്റ്റർ മനോജ്, താങ്കളോട് ആരാണ് പാറയക്കുളം അമ്പലച്ചിറയിലേക്ക് വരാൻ പറഞ്ഞത്? സ്റ്റേഷനിലെ SI വിനയൻ സാറാണ്. മനോജ് കോസ്റ്റൽ ഗാർഡ് അല്ലേ? എവിടെയാ ജോലി ചെയ്യുന്നത്? ചെറായ ബീച്ചിലാണ്. അപ്പോ അന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ? ഞാനന്ന് ലീവ് എടുത്തേക്കുമായിരുന്നു. അതെന്താ അന്ന് ലീവ് എടുത്തത്? അന്ന് ലീവ് എടുത്തോളം SI സാറ് വിളിച്ചു പറഞ്ഞായിരുന്നു. ആ കത്തി മുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ആ, ഒരു 10-10:30 ആകുമ്പോഴേക്കും ക്രൈംബ്രാഞ്ചുകാർ പ്രതിയും കൊണ്ട് കുളത്തിൻ്റെ അവിടെ വരും. അപ്പോഴേക്കും നീ അവിടെ ഉണ്ടാവണമെന്ന് SI സാറ് പറഞ്ഞു. അപ്പൊ SI സാർ എപ്പോഴാണ് നിങ്ങളെ ഫോൺ വിളിച്ചതൊക്കെ പറഞ്ഞത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇത്തരം സില്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കോടതിയുടെ സമയം മെനക്കെടുത്തുന്ന പണി എൻ്റെ പഴയ അസിസ്റ്റന്റ് കൂടിയായ ഹന്ന ഒരു പതിവാക്കിയിരിക്കുകയാണ്. ഇത് അനുവദിക്കരുത്. ഹന്ന താങ്കളുടെ പഴയ അസിസ്റ്റന്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഇതൊരു സില്ലി ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹന്ന, യു പ്രൊസീഡ്. താങ്ക് യു സർ. SI സാർ മനോജിനെ എപ്പോഴാണ് വിളിച്ചത്? അത് മുങ്ങിയെടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി. യുവർ ഓണർ, ട്രെയിൻഡ് ഡ്രൈവറായ ഒരാളെ മുൻകൂട്ടി ക്രൈംബ്രാഞ്ചുകാർ ഏർപ്പാടാക്കി നിർത്തിയിരിക്കുകയായിരുന്നെന്നാണ് മനോജ് ഈ പറഞ്ഞതിന്റെ സാരാംശം. ഈ കോടതിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സൈമൺ ജോർജ് സമർപ്പിച്ച മൊഴി പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണെന്ന് ഇതിലൂടെ മനസ്സിലാകും. ഈ കാര്യം വിശദമാക്കാനായി ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദത്തിനായി ഞാൻ അപേക്ഷിച്ചിരുന്നു. കത്തിയുടെ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയ ഡോക്ടർ P. സുരേഷ് ബാബു. ഒബ്ജക്ഷൻ യുവർ ഓണർ. കത്തിയുടെ കെമിക്കൽ എക്സാമിനെ കുറിച്ചുള്ള വാദങ്ങൾ ഈ കോടതി പൂർത്തിയാക്കിയതാണ്. ആ സമയത്ത് തന്നെ എൻ്റെ സുഹൃത്ത് ലാൻഡ് കൗൺസിൽ തൻ്റെ വിഡിത്തങ്ങൾ ഈ കോടതിയെ അറിയിച്ചപ്പോൾ അങ്ങ് തന്നെ അത് തള്ളിക്കളഞ്ഞതുമാണ്. വീണ്ടും ആ വിഡിത്തങ്ങൾ ആവർത്തിച്ച് സമയം കളയരുത് എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. യുവർ ഓണർ,
അന്ന് എന്നോട് അങ്ങ് കെമിസ്ട്രിക്ക് ട്യൂഷന് പോകാൻ നിർദ്ദേശിച്ചിരുന്നു. ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന സാക്ഷി ഒരു ട്യൂഷൻ മാസ്റ്റർ അല്ല, കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹത്തെ അങ്ങ് കേൾക്കണം. വിളിച്ചോളൂ, അദ്ദേഹത്തെ വിളിച്ചോളൂ. DW1 ഡോക്ടർ പി സുരേഷ് ബാബു. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. താങ്കളാണോ ഈ കത്തി കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയത്? അതെ. ഈ കത്തിയിൽ തുരുമ്പിന്റെ പ്രസൻസ് താങ്കൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിരുന്നു. കത്തി വെള്ളത്തിൽ കിടന്ന് തുരുമ്പെടുത്താൽ അതിൽ പുരണ്ടിരുന്ന രക്തത്തിന്റെ സാന്നിധ്യം പ്രസിപ്പിറ്റിൻ ടെസ്റ്റ് വഴി കണ്ടെത്താൻ കഴിയാതെ വരുമോ? ഇല്ല. പ്രസിപ്പിറ്റൻ ടെസ്റ്റ് ബ്ലഡിന്റെ ഡീകമ്പോസ്ഡ് സ്റ്റേറ്റിലൂടെ അനലൈസ് ചെയ്യും. തുരുമ്പിനെ മൈക്രോ അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ഈ കത്തിയിലുണ്ടായിരുന്ന തുരുമ്പിന്റെ മൈക്രോ അനാലിസിസ് നടത്തിയിരുന്നോ? അപ്പോ ആ കത്തിയിൽ ഒരു തരത്തിലും ചോര പുരണ്ടിട്ടില്ല എന്ന റിസൾട്ട് അല്ലേ കിട്ടിയത്? അതെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തുരുമ്പിന്റെ മൈക്രോ അനാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കത്തിയിലെ തുരുമ്പ് എപ്പോഴാണ് ഉണ്ടായതെന്ന് ആ അനാലിസിസ് വഴി അറിയാൻ പറ്റുമോ? പറ്റും. അതിന് പ്രസിപ്പിറ്റൻ ടെസ്റ്റ് അല്ല, സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് ആണ് നടത്തേണ്ടത്. അത് ഈ കത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ നടത്തിയിരുന്നു. യുവർ ഓണർ, ആ റിസൾട്ട് പുതുതായി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ റിപ്പോർട്ടിന്റെ പ്രത്യേകത? സാറേ, ഇരുമ്പിൽ തുരുമ്പ് പലതരത്തിലുണ്ടാവും. അത് ഈ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടാകുന്ന തുരുമ്പും വായുവായിട്ടുള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന തുരുമ്പും ഒരു കെമിക്കൽ എക്സാമിനേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഡോക്ടർ സുരേഷ് ബാബു, ഈ കത്തിയിലുണ്ടായിരുന്ന തുരുമ്പിന്റെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റുമോ? അതെ, ഇതിൽ ഈ കത്തിയിലുണ്ടായിട്ടുള്ള തുരുമ്പിന്റെ 97% വായുവായിട്ടുള്ള റിയാക്ഷനിൽ നിന്നുണ്ടായിട്ടുള്ള തുരുമ്പാണ്. അതായത് വെള്ളത്തിൽ കിടന്നുണ്ടാകുന്ന തുരുമ്പ് 3% മാത്രമേ ഉള്ളൂ. അതെ. ഒരു വർഷത്തേക്കുള്ളിൽ ഇതുപോലൊരു കത്തി വെള്ളത്തിൽ കിടന്ന അത്രയ്ക്ക് തുരുമ്പേ അതിലുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ തുരുമ്പ് വളരെ വേഗത്തിലുണ്ടാവും. അത് വായുവിൽ ഉള്ള സമ്പർക്കം വഴി ഉണ്ടാകുന്ന തുരുമ്പിനേക്കാളും 10 മടങ്ങ് കൂടുതലായിരിക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കത്തി ഒരു ദിവസത്തിൽ കൂടുതൽ പാറക്കുളത്തിൽ കിടന്നിട്ടില്ല എന്നതിന് ഇതിലും വലിയ തെളിവിന് വേണം. ക്രൈംബ്രാഞ്ച് ഇവിടെ സബ്മിറ്റ് ചെയ്ത കത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയല്ല. അവരെന്റെ കക്ഷിയായ അജയനെ മനഃപൂർവ്വം പ്രതിയാക്കാനായി വ്യാജമായി ഉണ്ടാക്കിയ തെളിവാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇതുവരെ ഇല്ലായിരുന്ന റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവന്നതിൽ ദുരുദ്ദേശമുണ്ട്. ഇത് വിശ്വാസത്തിലെടുക്കരുത്. കഴിഞ്ഞ ദിവസം ഹന്നെ കെമിസ്ട്രി പഠിപ്പിച്ചത് സന്തോഷ് നാരായണൻ തന്നെയല്ലേ? എവിഡൻസ് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? യുവർ ഓണർ, യഥാർത്ഥത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധം പ്രതിയെ കൊണ്ട് തന്നെ കുളത്തിലേക്ക് എറിയിക്കുകയും ക്രൈംബ്രാഞ്ചിന്റെ മുൻ തീരുമാനപ്രകാരം കണ്ടെടുക്കുകയുമാണ് ചെയ്തത്. മൈ ഹംബിൾ സബ്മിഷൻ ബിഫോർ ദ ഓണറബിൾ കോർട്ട് ദാറ്റ് ചെമ്പകമാൾ മർഡർ കേസിൽ പ്രതിയെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന നേട്ടമുണ്ടാക്കാനായി മാത്രം ക്രൈംബ്രാഞ്ച് നടത്തിയ ഒരു പ്ലേ ആണിത്. സർ, this is all nothing but pure absurdity. Sir, please don't bear this report with any integrity. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ വിശ്വാസമില്ലായ്മ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ പുതിയ തെളിവുകൾ നിരത്തുന്നത്. സത്യത്തെ കണ്ടെത്താനായി നിലനിൽക്കുന്ന മെറ്റീരിയൽ എവിഡൻസ് കൂട്ടിവെക്കുക മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അത് ഫാബ്രിക്കേഷനായി വ്യാഖ്യാനിച്ചാൽ The trial of witnesses in this case is closed, and now the two learned counsels for the parties can submit their own statements. I shall hear your summary tomorrow morning. The court is adjourned. ഇതുവരെ ഉള്ളതൊന്നും നോക്കണ്ട. നാളത്തെ സമ്മറി നന്നായി പ്രിപ്പയർ ചെയ്യും. ആ ചെക്കൻ്റെ ജീവൻ നിന്റെ കയ്യിലാണെന്നുള്ള ബോധ്യത്തോടെ പ്രിപ്പയർ ചെയ്യും. പേടിക്കണ്ട. തോറ്റാലും സന്തോഷ് നാരായണന്റെ മുന്നിലല്ലേ തോറ്റേന്ന് ആൾക്കാർ പറഞ്ഞോളൂ. ഞാൻ ആരുടെ മുന്നിൽ തോറ്റാലും അയാളുടെ മുന്നിൽ ഞാൻ തോക്കൂല.
കേസ് തോക്കുമെന്ന് പേടിച്ച് വയറുവേദന പിടിച്ച് ആശുപത്രിയിൽ വന്ന് കിടക്കുന്ന പണ്ട് പരീക്ഷാ പേടിയുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീനു യാവക തൊട്ടവളാഗ്യ. എന്ത്? നീ എന്നാടി ഇനി ഒന്ന് വലുതാവുന്നതെന്ന്? ഭരതേട്ടൻ ഇത് എന്ത് പണിയാ കാണിച്ചേ? ഫോൺ എടുക്കണ്ട, ഒന്ന് മെസ്സേജ് അയച്ചൂടെ? ഞാൻ ഇനി എന്താ ചെയ്യാ? ഈ ഭരതനുണ്ട് കെൽവായ്സ് കൊണ്ടേ അത് സത്രേസ മാടിത്തന്നെ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? എന്തായെന്ന് പറ. രാവിലെ കോടതി പോകണ്ടേ? പോകുന്ന വഴിക്ക് ഞാനെല്ലാം വിശദമായിട്ട് പറയാം. പെട്ടെന്ന് റെഡിയാവും നോക്ക്. വാ, അവളൊന്ന് റെഡിയാക്ക്. പോവാം. എഴുന്നേക്ക്. SC കേസ് നമ്പർ 41/17. യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയുള്ള എല്ലാ തെളിവുകളും വ്യക്തമാക്കുന്നത് ചെമ്പകമ്മാൾ കൊല്ലപ്പെട്ടത് മോഷണ ശ്രമത്തിനിടയിലാണെന്നാണ്. പിന്നെ അത് തെളിയിക്കാനായി ഒരാളെ പ്രതിയായി കണ്ടെത്തുന്നു. ആരും സഹായിക്കാനില്ലാത്ത ഒരാളെ പ്രതിയാക്കാൻ വേണ്ടി സാക്ഷികളെയും തെളിവുകളെയും ക്രൈംബ്രാഞ്ച് വ്യാജമായി നിർമ്മിച്ചെടുക്കുകയായിരുന്നു. പ്രതി കൊല ചെയ്ത ശേഷം ചെമ്പകമ്മാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടത് ഒന്നാം സാക്ഷിയായ ഭാസ്കരനാണ്. ഭാസ്കരൻ പ്രതിയെ നന്നായി അറിയുന്ന ആളായിരുന്നു. ലോക്കൽ പോലീസിനോട് അന്ന് കണ്ട കാര്യം പറയാതെ പിന്നീട് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞതും ദുരൂഹമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം സാക്ഷിയുടെ മൊഴി അവിശ്വസനീയമാണ്. ഈ കേസിന്റെ കാര്യത്തിൽ മിസ്സായി പോയൊരു എലമെന്റ് ചൂണ്ടിക്കാണിക്കാനായി ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. താങ്ക് യു സർ. യുവർ ഓണർ, ഈ കേസിലെ സാക്ഷികളിൽ ഒരാളായ ഉമാസുന്ദരത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് അങ്ങയുടെ മുന്നിലുള്ളത്. ചെമ്പകമ്മാൾ മരിക്കുന്നതിന് 2 മാസം മുൻപ് അവരുടെ പേരക്കുട്ടിയായ ഉമ അപ്ലോഡ് ചെയ്ത ഫോട്ടോയാണിത്. ഡേറ്റ് നോക്കിയാൽ മനസ്സിലാകും. ആ ഫോട്ടോയിൽ വീടിന്റെ ചുവരിൽ ചാരി വച്ചിരിക്കുന്ന ഒരു കോണിയുണ്ട്. ചെമ്പകമ്മാൾ മരിച്ചതിന്റെ പിറ്റേ ദിവസം പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത വീടിന്റെ ഫോട്ടോയാണ് അതിന്റെ ഒപ്പം ഉള്ളത്. ആ 2 ഫോട്ടോസിലും കുറച്ച് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ചുവരിൽ ചാരി വച്ചിരിക്കുന്ന കോണി. ചെമ്പകമ്മാൾ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപേ ആ കോണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2, മേൽക്കൂരയിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്. അതിനും യാതൊരു കീറലോ സ്ഥാനചലനമോ സംഭവിച്ചിട്ടില്ല. അതായത് ചെമ്പകമ്മാളുടെ കൊലപാതകി യഥാർത്ഥത്തിൽ ഓട് പൊളിച്ചല്ല അകത്ത് കയറിയത്. പ്രതി കോണിയുമായി പോകുന്നത് കണ്ടുവെന്ന CW2 പീതാംബരന്റെ മൊഴി പൂർണ്ണമായും കള്ളമാണ്. പിന്നെ എങ്ങനെയാണ് കൊലപാതകി അകത്ത് കടന്നത്? ഏറ്റവും എളുപ്പമുള്ള വഴി എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഒഴിവാക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ വാതിൽ വഴിയോ? അങ്ങനെയാണെങ്കിൽ വാതിൽ ബലപ്രയോഗത്തിന് പാടൊന്നും കാണാനില്ലല്ലോ. ബലം പ്രയോഗിക്കാതെ കയറിക്കൂടെ? അകത്തുനിന്ന് തുറന്നു കൊടുത്താ പോരെ? ഇത് തന്റെ പുതിയ തിയറിയാ? സർ, ഈ തിയറിക്കുള്ള തെളിവുകളും അതോടൊപ്പം ഉണ്ട്. ചെമ്പകമ്മാൾ ഉപയോഗിച്ചിരുന്ന 9847413144 എന്ന നമ്പറിലേക്ക് വന്ന കോളുകളുടെ ലിസ്റ്റ് ആണത്. വെട്ടേക്കുന്നതിന് മുൻപ് ആ നമ്പറിലേക്ക് ആകെ 3 കോളുകൾ മാത്രമാണ് വന്നത്. അത് 3ഉം അവരുടെ കസിൻ സിസ്റ്ററായ ആനന്ദത്തിൻ്റെതാണ്. എന്നാൽ റെഗുലർ അല്ലാത്ത ഒരു നമ്പർ ആ ലിസ്റ്റിലുണ്ട്. 08122992328 എന്ന നമ്പർ. ആ നമ്പറിൽ നിന്നും കോള് വന്നത് രാത്രി 2 മണിക്കാണ്. പോലീസിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് SI ഉമാദത്തനായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്തത്. ഇനിയിപ്പോ ആര് വിളിച്ചത്? എന്ത് കാര്യം? ഹലോ, ആരാത്? ആ ഫോൺ വിളിച്ച M പളനിമുരുകൻ ചെമ്പകമ്മാളുടെ നാട്ടുകാരനാണ്. M പളനിമുരുകന്റെ യാത്രകൾ തെളിയിക്കുന്ന റെയിൽവേ രേഖകളാണിത്. അയാൾ ഗോകർണത്തേക്കുള്ള ഒരു തീർത്ഥയാത്രയിലായിരുന്നു. ചേർത്തലയിൽ നിന്നും കാർവാറിലേക്കുള്ള യാത്രക്കായി അയാൾ ഒറ്റയ്ക്കല്ല ടിക്കറ്റ് എടുത്തിരുന്നത്. കൂടെ ഒരു സ്ത്രീക്ക് കൂടി അയാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേര് CP ചെമ്പകം എന്നാണ്. യുവർ ഓണർ, കർണാടകയിലെ ഉദയവാണി പത്രത്തിന്റെ 21/6/2015 മാംഗ്ലൂർ എഡിഷനിൽ വന്ന ഒരു വാർത്തയാണ് അങ്ങയുടെ കയ്യിലുള്ളത്. എന്താണ് ഈ വാർത്ത? ഗോകർണത്തെ ശ്രീ വിശ്വനാഥ ലോഡ്ജിൽ പളനിമുരുകൻ കൊല്ലപ്പെട്ടു കിടന്നതിന്റെ വാർത്തയാണത്. ചെമ്പകമ്മാൾക്ക് സംഭവിച്ചതുപോലെ തന്നെ തലയ്ക്കും മുഖത്തും ശരീരമാസകലവും വെട്ടേറ്റാണ് അയാളും മരിച്ചത്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ 2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നടന്ന കൊലപാതകങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കാതെ വിട്ടത് പോകട്ടെ, ചെമ്പകമ്മാളുടെ യഥാർത്ഥ യാത്രാ പദ്ധതി എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ പോലും പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല. യുവർ ഓണർ, എൻ്റെ സുഹൃത്ത് ഹന്ന സ്വന്തം ഭാവന കൊണ്ട് കഥ മെനഞ്ഞുണ്ടാക്കി ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് വഴിതിരിച്ചു വിടാനുള്ള പാഴ്ശ്രമമാണ് നടത്തുന്നത്. ഈ പറഞ്ഞ കഥയ്ക്കൊന്നും പ്രോസിക്യൂഷനോട് അവതരിപ്പിച്ച കേസുമായി യാതൊരു ബന്ധവുമില്ല.
പ്രോസിക്യൂഷന്റെ തിയറികളുമായി യോജിക്കുന്നതല്ല ചെമ്പകമ്മയുടെ യഥാർത്ഥ കൊലപാതകിയുടെ മോട്ടീവ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പ്രോസിക്യൂഷന്റെ അഭിപ്രായത്തിൽ കൊലപാതകിക്ക് മോഷണമായിരുന്നു ഉദ്ദേശം. പക്ഷെ 1 രൂപയോ 1 തരി സ്വർണോ ആ വീട്ടിൽ നിന്ന് മോഷണം പോയതായി തെളിയിക്കാൻ അവർക്കായിട്ടില്ല. അതേസമയം ചെമ്പകമ്മൾ കൊല ചെയ്യപ്പെടാനുള്ള മറ്റു ചില കാരണങ്ങൾ നിലവിലിരുന്നു എന്നതാണ് സത്യം. തിരുനെൽവേലിയിലെ പാണ്ഡ്യപുരം എന്ന ഗ്രാമത്തിൽ നിന്നും ചെമ്പകമ്മൾ 30 വർഷം മുൻപ് നാടുവിട്ട് പോന്നത് തന്നെ ജാതി നോക്കാതെ ഒരാളെ പ്രണയിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു. അതിന്റെ പേരിൽ അന്നുണ്ടായ കലാപത്തിൽ പാണ്ഡ്യപുരത്ത് 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകത്തിന്റെ പ്രതികാരങ്ങൾ 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. ആ കൊലപാതക സീരീസിൽ പെട്ടതാകാൻ ഏറെ സാധ്യതയുള്ളതാണ് ചെമ്പകമ്മളിന്റെ മരണവും. അതന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചും പോലീസും പ്രോസിക്യൂഷനും ഒന്നും ശ്രമിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ തെളിവുകൾ ഞാനിവിടെ സമർപ്പിച്ചത്. യുവർ ഓണർ, ഇത്തരം വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ എൻ്റെ പഴയ അസിസ്റ്റൻ്റ് കൂടി സോറി ലാൻഡ് കൗൺസിൽ ഹന്നയ്ക്ക് തോന്നുന്നത് തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളുടെ ശക്തിക്ക് മുന്നിൽ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ IPC സെക്ഷനുകൾ 450, 397, 302, 201 എന്നിവ പ്രകാരം ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, പോലീസിന്റെയോ രാഷ്ട്രീയക്കാരുടെയോ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം 1.5 കൊല്ലത്തിലേറെ ഒരാളെ ജയിലിൽ പിടിച്ചിട്ട കേസാണിത്. ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നീതി നിർവഹണ സംവിധാനമാണ്. യുവർ ഓണർ, ജുഡീഷ്യറിയാണ് അജയനെ പോലുള്ളവരുടെ അവസാന ആശ്രയം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലീസുകാർ കുടുക്കി. ഇനി ബഹുമാനപ്പെട്ട നീതിപീഠവും അയാളുടെ അപേക്ഷയും കണ്ണീരും കാണാതെ പോരുത്. പ്ലീസ്, my humble submission before the honorable court that the accused may be acquitted. So we are concluding the arguments in this case. ഇനി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാനല്ല ചമ്പകമ്മനെ കൊന്നത്. ഞാൻ അവരെൻ്റെ അമ്മേനെ പോലെ കണ്ടേ. പിന്നെ താൻ എന്തിനാ പോലീസിനോട് അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? This case is posted to 28th of this month for orders. ഹന്ന കഥയുണ്ടാക്കാൻ മിടുകയാണെന്ന് മനസ്സിലായി. പക്ഷേ അതൊന്നും ജഡ്ജ് ജയദേവൻ്റെ അടുത്ത് ചിലവാവില്ല. കഥയെല്ലാം കഥയായി തന്നെ മൂപ്പിലെടുക്കൂ. അതിനപ്പുറം പോകണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആവണം. അതിനാദ്യം ഗുരുത്വം ഉണ്ടാവണം. എല്ലാം ഉണ്ടായിട്ടും അന്നയുടെ ആർഗ്യുമെന്റ്സിൽ പവർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ആ ഗുരുത്വമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ രക്ഷപ്പെടില്ല അല്ലേ? ഏയ്, അങ്ങനെയൊന്നും ആലോചിക്കില്ലേ അജയ. നമ്മുടെ പണി നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്. അത് മതി. ജയിച്ചില്ലെങ്കിലും ഒരാളെ നമുക്ക് വേണ്ടി പറഞ്ഞല്ലോ. സന്തോഷമുണ്ട്. അത് മതി. കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്.
2015 ജൂണിൽ വൈക്കത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിന്റെ വിചാരണ കോട്ടയം സെഷൻസ് കോടതിയിൽ അവസാനിച്ചു. നാളെ വിധി പ്രസ്താവിക്കും. 1 വർഷം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചിട്ടും പ്രതിയെ പിടികൂടാതെ വന്നപ്പോൾ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വളരെ ശാസ്ത്രീയവും സമഗ്രവുമായ ഒരു അന്വേഷണമാണ് ചമ്പകമാൽ കേസിനായി ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ സകല പഴുതുകളും അടച്ച് പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ പാകത്തിനുള്ള തരത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ചമ്പകമാൾ കേസിൽ പ്രതിയെ പിടിച്ചത് നാട്ടുകാരുടെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. നിരന്തരമായി ഇവിടുത്തെ ജനങ്ങൾ നടത്തി വന്ന പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതിയെ പിടികൂടിയത്. നീ പേടിക്കണ്ടടാ, ഒന്നും ഉണ്ടാവില്ല. നിനക്ക് കഴിച്ചലാവാൻ പറ്റുമെന്ന് പോയി വരണമെന്ന് ഞാൻ പറയില്ല, എന്നാലും ചെല്ല്. കേസ് നമ്പർ 41/17. IPC section 450-397-302-201 എന്നിവ പ്രകാരം പ്രതി യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്നീ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ CRPC 235 ക്ലോസ് 1 പ്രകാരം വെറുതെ വിട്ടിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച തെളിവുകളെല്ലാം വ്യാജമാണ്. 12ാം സാക്ഷി CI സൈമൺ ജോൺ കുറ്റകരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ട്. അയാൾക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് ഈ കോടതി ശുപാർശ ചെയ്തു. ചെമ്പകമ്മാളെ കൊന്നയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടുതൽ ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകണമെന്നും അതിന് കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും ഈ കോടതി ശുപാർശ ചെയ്തു. കേസിലെ 11ാം സാക്ഷിയായ CI പ്രവീൺ കുമാറിന്റെ കുറ്റകരമായ അനാസ്ഥ 12ാം സാക്ഷിയായ ക്രൈംബ്രാഞ്ച് DYSP സൈമൺ ജോർജ് സൗകര്യപൂർവ്വം തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ട്രെയിനിങ്ങിൻ്റെ ഗുണം ഇതാണ്. ഞാൻ എപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? ദേ മസ്റ്റ് ബി ട്രെയിൻ ടു ഫേസ് ദ വർസ്റ്റ് സിറ്റുവേഷൻസ്. അന്നയുടെ വിജയം ആത്യന്തികമായി എൻ്റെയും വിജയമാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു അന്ന. സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. വക്കീലാവുകയാണെങ്കിലും സാറിനെ പോലെ ഒരു മനുഷ്യനാവരുതെന്ന്. ഇന്നെനിക്ക് ഉറപ്പായി. ഞാൻ സാറിനെ പോലെ ഒരു വക്കീലായാലും സാറിനെ പോലെ മോശം മനുഷ്യനാവൂലെന്ന്. ഐ വിൽ ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. താങ്ക് യു സർ. എങ്ങനെ ഒരു മോശം മനുഷ്യനാവാതിരിക്കാം എന്നെന്നെ പഠിപ്പിച്ചത്.
എനിക്കിവിടെ കച്ചവടം നടത്തണ്ടേ, അതുകൊണ്ടാ. സാരമില്ല, കോടതിയിൽ പറഞ്ഞല്ലോ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അത് മതി. വാ.